ഇന്ന് മുളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ട് പഞ്ചാരിമേള അരങ്ങേറ്റാണ്. മുളവള്ളിക്കാവ് ദേവീക്ഷേത്രം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലേക്ക് വെസ്റ്റ് കൊരട്ടിയിൽ NUPS സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നത്. മുളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സരസ്വതിയും ശ്രീ ദുർഗയും മഹാലക്ഷ്മിയും 3 പേരും ഒരേ ശിലയിൽ സ്വയംഭുവായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. 108 ദുർഗാലയങ്ങളിൽ 77ാമത്തെ ദേവീക്ഷേത്രമാണ് ശ്രീ മുളവള്ളിക്കാവിലെ ദേവീക്ഷേത്രം. അതെ, 108 ദുർഗാലയങ്ങളിൽ ഒരു ദുർഗാക്ഷേത്രമാണ് മെയിനായിട്ട് നമ്മുടെ മുളവള്ളിക്കാവ് ദേവീക്ഷേത്രം. ഇവിടുത്തെ മെയിൻ ചടങ്ങുകൾ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ മകം തൊഴൽ, പിന്നെ നവരാത്രി, വൃശ്ചിക മാസത്തിലെ കാർത്തിക, ഇതൊക്കെയാണ് പ്രധാന ആഘോഷങ്ങളായിട്ട് വരുന്നത്. മുളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ വേറൊരു പേരാണ് കേരള മൂകാംബിക എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്കൊക്കെ വളരെയധികം ഒരമ്മ എന്നുള്ളൊരു പ്രാധാന്യം കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അമ്മയെ തൊഴണ പോലെ തന്നെയാണ്, നമ്മൾ മൂകാംബിക ദേവിയെ തൊഴണ പോലെ തന്നെയാണ് നമ്മൾ മുളവള്ളിക്കാവിൽ വന്നിട്ട് അമ്മയെ ഒന്ന് തൊഴുക എന്ന് പറയണത്. മുളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് എന്നെക്കാളും നന്നായിട്ട് എല്ലാം പറയാൻ പറ്റുന്നത് നമ്മുടെ തിലകൻ ചേട്ടനാണ്. ഞാൻ തിലകൻ കളരിക്കൽ മുളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ദേവസ്വം സെക്രട്ടറി എന്നുള്ള ചുമതലയാണ് വഹിക്കുന്നത്. ഒരു 2011 ക്ഷേത്രം നമുക്ക് നാട്ടുകാർക്ക് വിട്ടു തന്നത്. അതിനു മുമ്പ് ഇതൊരു കുടുംബത്തിൻ്റെ വകയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്ഷേത്രം നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറി. കേരള മൂകാംബിക മുളവള്ളിക്കാവ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അത് കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അതുകൊണ്ട് പറയുന്നത്. കാരണം കൊല്ലൂർ മൂകാംബികയിലുള്ള എല്ലാ ചടങ്ങുകളും ഈ ക്ഷേത്രത്തിലും ഉണ്ടായിരുന്നതാണ് അഷ്ടമംഗലി പ്രശ്നത്തിൽ അറിയാൻ സാധിച്ചത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് രഥോത്സവമാണ് ഉണ്ടായിരുന്നത്. സരസ്വതിക്ക് നല്ല പ്രാധാന്യമുണ്ട്, സരസ്വതി ക്ഷേത്രമാണ്. അതുകൊണ്ടൊക്കെയാണ് കേരള മൂകാംബിക എന്നുള്ളൊരു പേര് വരാൻ തന്നെ വന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഷ്ടമംഗലി പ്രശ്നത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കേരള മൂകാംബിക ശ്രീ മുളവള്ളിക്കാവ് ദേവീക്ഷേത്രം എന്ന് നമ്മൾ വെച്ചത്. ഇത് കൊരട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ കൊരട്ടിയുടെ ഹൃദയസ്ഥാനമാണ്. കൊരട്ടി എന്ന് പറയുന്നത് ഈ മുളവള്ളിക്കാവ് ദേവീക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൊരട്ടി വരുന്നത്. കാരണം ഇപ്പോൾ നിലവിലുള്ള കൊരട്ടി എന്ന് പറയുന്നത് അരിച്ചാങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ അത് ഹൈവേ അതിലെ കടന്നു പോയത് കൊണ്ട് ഇപ്പോൾ അത് കൊരട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൊരട്ടി സ്വരൂപം ഈ ഭാഗത്താണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ കൊരട്ടി സ്വരൂപത്തിൻ്റെ കീഴിലാണ് എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇതിൻ്റെ ചുറ്റളവ് പറയുന്നത് ഒന്ന് സഖ്യപർവ്വതവും, അടുത്തത് ഐരാണിക്കുളവും വരെയും, അന്നമനയുടെ പിന്നെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അങ്കമാലിയും, വടക്കോട്ട് പോയ ചാലക്കുടിയും വരെയാണ് ഇതിൻ്റെ ഈ ദേവത എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അതുകൊണ്ട് ദേശദേവത എന്നുള്ളൊരു കൺസെപ്റ്റ് സ്വയംഭൂവായിട്ടുള്ള മുളവള്ളിക്കാവ് ദേവിയാണ് ഇവിടെ വാണരുളുന്നത്. സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും ഒരുമിച്ചുള്ള ഒരു അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ സരസ്വതിക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യമുള്ളത്. അനവധി അകലിൽ നിന്ന് വരെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് തൃക്കാർത്തിക മഹോത്സവമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ മകം തൊഴിലും കൂടി ഈ ക്ഷേത്രത്തിന് ആഘോഷിക്കുന്നുണ്ട്. മകം തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാരണവർ പണ്ട് മകം തൊഴാനായിട്ട് ചോറ്റാനിക്കര പോയിരുന്നത്. കാലക്രമേണ അവർക്ക് പോകാൻ പറ്റാവുന്ന സമയത്ത് ഇവർക്ക് സ്വപ്ന ദർശനം കിട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഈ നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മകൻ ദർശനത്തിന് പ്രാധാന്യം. ഏകദേശം ഒരു 150ഓളം വർഷങ്ങളായിട്ട് ഇവിടെ മകൻ തൊഴിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് പിന്നെ തൃക്കാർത്തിക വിളക്ക്, മകൻ തൊഴിൽ, നവരാത്രി ആഘോഷം, 10 ദിവസം നവരാത്രി ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട് സരസ്വതിയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അടുത്തത് മഹാലക്ഷ്മിക്ക് പ്രാധാന്യമായിട്ട് അക്ഷയ തൃതീയാണ് ഇവിടെ ഉള്ളത്. അക്ഷയ തൃതീയ, അതായത് മേടമാസത്തിലെ അക്ഷയ തൃതീയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് കൂടുതലായിട്ട് ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ക്ഷേത്രം സ്വയംഭൂവായിട്ട് പിന്നെ ഒരു വെള്ളത്തിലാണ് ഒരു ലിംഗരൂപത്തിലാണ് ദേവിയുടെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉള്ളത്. അത് വെള്ളത്തിലാണ് നിൽക്കുന്നതാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മളൊരു 4 കുടം വെള്ളം ഒഴിച്ചാലും ആ ഒരു ഹോളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് പോകാൻ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ കടിശർക്കര ഇട്ട് അടച്ചിട്ടുണ്ട്. അതൊരു 4 വർഷം കൂടുമ്പോൾ കടിശർക്കര പൊട്ടും. അപ്പോൾ അതിൻ്റെ വളർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഏറ്റെടുത്തതിന് ശേഷം ഒരു 3 പ്രാവശ്യത്തോളം അത് സംഭവിച്ചിട്ടുണ്ട്. ശില വളരുന്നു. ആദ്യം ഒരു ചെറിയൊരു പരന്ന പാറയായിരുന്നു. ഇപ്പോൾ അത് ഉയർന്ന ഒരു അടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവിടെ. കൊരട്ടി സുരേഷ്, ഇതാണ് നമ്മുടെ ആശാൻ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ മുളവള്ളിക്കാവിൽ അമ്മയുടെ തിരുനടയിൽ വെച്ച് ഒരു അരങ്ങേറ്റം
വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്താമെന്നുള്ള പറഞ്ഞ ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ അതെ, അതെനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അതീവ സന്തുഷ്ടനാണ് ഈ കാര്യത്തിൽ. കുട്ടികളും വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഒരു 7 മാസമായി ഇതെടുത്തിട്ട് തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത പിള്ളേരുകൾ അരങ്ങാറുണ്ട്. ഒരു 17 പേര് ദക്ഷിണ വെച്ചാൽ 11 പേരാണ് ഈ തവണ അരങ്ങേറ്റം കൊടുക്കുന്നത്. എത്ര കാലമായി നമ്മള് ചെണ്ട? ഞാൻ ഈ ചെണ്ട കൊണ്ട് ഇങ്ങനെ ഞാൻ പഠിച്ചിട്ട് ഇപ്പം ഇറങ്ങിയിട്ട് ഒരു 30 വർഷത്തോളമായി. 30 വർഷത്തിൽ കൂടുതലായി. പലയിടങ്ങളിലായിട്ട് ഞാൻ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ഇവിടെ വെസ്റ്റോറ്റി സിദ്ധികണ്ഠപുരം അമ്പലത്തിലും അവിടെ അധികം ആയില്ല. എന്നാലും ഇവിടെ അടുത്ത് ചെറ്റാരിക്ക അമ്പലത്തിൽ മിക്ക അമ്പലങ്ങളിൽ ഞാൻ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ പുറമെ പീച്ചാനിക്കാട്, വാഴക്കുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അരങ്ങേറ്റമൊക്കെ നടത്തി. പഠിച്ച അപ്പോൾ തന്നെ അടുത്തോളം തന്നെ ഞങ്ങൾ ഇറങ്ങി. അതായത് 30 വർഷത്തോളമായി. 1995 ഞാൻ പഠിച്ചത്. അത് ഞാൻ അന്ന് മുതൽ ഞങ്ങളും ടിൻ ബ്രദറും ഉണ്ട്, രണ്ടുപേരും സുഭാഷ്. ഞങ്ങളുടെ കൂടി തായമ്പികയും മേളൊക്കെ ആയിട്ട് പല അമ്പലങ്ങളിൽ കേരളത്തിൽ പലയിടത്തും, കേരളത്തിനകത്തും പുറത്തുമായിട്ട് പലയിടത്തും പോയിട്ടുണ്ട്, പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കൊരട്ടി സുഭാഷ്, നമ്മുടെ ആശാന്റെ അനിയൻ, സഹോദരനാണ്. നമുക്ക് അദ്ദേഹത്തിന് എന്താ പറയാനുള്ള ഈ സമയത്ത്, പഞ്ചാരിമേള അരങ്ങേറ്റത്തിന്റെ സമയത്ത് എന്താ പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. ഞാൻ കുരട്ടി സുഭാഷ്, എൻ്റെ ജ്യേഷ്ഠൻ കുരട്ടി സുരേഷിൻ്റെ ശിക്ഷണത്തിൽ ഇവിടെ 10 കലാകാരന്മാർ ചെണ്ട പഞ്ചാരിമേളം അരങ്ങേറ്റം ഇന്ന് നടത്തുന്നു. പഞ്ചാരി 2ാം കാലം മുതലാണ് മേളം. അവൻ്റെ സുരേഷിൻ്റെ ശിക്ഷണത്തിലാണ് ഇവിടെ ശിഷ്യന്മാർ പഠിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് മേൽശാന്തിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. സർവമംഗളകാരിണിയായി വിദ്യാദേവതയായി സ്വയംഭൂവായ ശിലയിൽ കുടികൊള്ളുന്ന മുളവള്ളിക്കാവിലമ്മയുടെ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. നാലമ്പലം, മതിൽക്കെട്ട് മുതലായവയോടുകൂടി എല്ലാ പ്രതാപത്തോടും കൂടി പൂജകളും നിത്യദാനങ്ങളും ഉത്സവാഘോഷങ്ങളും നടന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു മുളവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം. കാലക്രമേണ ക്ഷയിക്കുകയും ജീർണിച്ച ശ്രീകോവിൽ മാത്രമായി തീരുകയും ചെയ്തു. 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രം ഏറ്റെടുക്കുകയും ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ബ്രഹ്മശ്രീ പട്ടംതുരുത്തി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിഹാരക്രിയകൾ ചെയ്യുകയും ദോഷനിവൃത്തി വരുത്തുകയും ചെയ്തു. ഞായറാഴ്ചയും കാർത്തിക നാളിലും നട തുറന്ന് പൂജ നടത്തുന്നു. അനവധിയായി ഭക്തജനങ്ങൾ എത്തി പ്രാർത്ഥിച്ച് ഫലസിദ്ധി കൈവരിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും മുളവള്ളിക്കാവിലമ്മയുടെ സന്നിധിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിനായി ജില്ലാപഞ്ചായത്തിനെ ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കാൻ. ഇനി ഇവിടെ എടുത്തു പറയാനുള്ളത് സംഘമിത്ര ശിതികണ്ഠപുരം എന്നൊരു സംഘടനയെ കുറിച്ചിട്ടാണ്. ഈ ഗ്രാമത്തിൽ സേവനമായിക്കോട്ടെ സാംസ്കാരികമായും കലാപരമായും എല്ലാം നേതൃത്വം വഹിക്കുന്ന ഒരു സംഘടനയാണ് സംഘമിത്ര ശിതികണ്ഠപുരം. സംഘമിത്ര ശിതികണ്ഠപുരം എന്ന സംഘടനയുടെ പ്രവർത്തന മികവിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന പഞ്ചാരിമേള അരങ്ങേറ്റം. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് കൃഷ്ണകുമാർ എന്ന ഉണ്ണിക്കുട്ടനെയാണ്. എല്ലാ കുട്ടികളെയും പ്രാക്ടീസിനായിട്ട് വെളുപ്പിനെ വിളിച്ചുണർത്തുന്നത് മുതൽ ഈ നിമിഷം അരങ്ങേറ്റത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് മോട്ടിവേറ്റ് ചെയ്യുന്നത് വരെ ആശാന്റെ കൂടെ വലങ്കൈയായിട്ട് നിൽക്കുന്നത് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ.
അരങ്ങേറ്റം ചെയ്ത എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ശ്രീ പ്രണവ് വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണവ് വ്ളോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.